ഓം നമോ ഭഗവതേ വാസുദേവായ. കവിം പുരാണമനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യഃ. സർവസ്യ ധാതാരമചിന്യ രൂപം ആദിത്യവർണം തമസഃ പരസ്താത്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ. ഭ്രുവോർमध्ये പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഃ. യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുധ്യ ച മൂർധ്യാധായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണാം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതി ത്യജൻ ദേഹം സ യാതി പരമാം ഗതിം. അനന്യചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. മാമപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാമത്തെ ശ്ലോകം മുതൽക്കാണ് പഠിക്കുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എങ്ങനെയാണ് പ്രാപിക്കാൻ സാധിക്കുക? ഏകാഗ്ര മനസ്സോടുകൂടി ഭഗവത് ധ്യാനനിരതനായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. മനസ്സ് പല ദിക്കിലേക്കും ഇങ്ങനെ സഞ്ചരിക്കും. ഏകാഗ്രത കിട്ടാൻ വലിയ വിഷമമാണ്. അപ്പം ആ ഭഗവത് രൂപം മനസ്സിൽ നല്ലപോലെ ഉറപ്പിച്ച് ഏകാഗ്രതയിത്തരായിട്ട് എങ്ങനെ ധ്യാനിക്കണം എന്നൊക്കെയാണ് ഇനി പറയുന്നത്. ആ ധ്യാനിച്ചാൽ എന്താ ഫലം? ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. പിന്നെ എന്തുണ്ടാവില്ല? മരണസമയത്ത് ആ രൂപം, ആ ഭഗവാന്റെ ആ രൂപം, ദിവ്യമംഗളമായ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നാൽ പിന്നെ മരണസമയത്ത് ആ രൂപം ഇങ്ങനെ കണ്ട് ആർക്കാണോ ജീവൻ വെടിയാൻ സാധിക്കുന്നത്, ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്, അവർക്ക് ഭീഷ്മരെ പോലെയുള്ള ഗതിയായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ആരാണ് ഈ ഭഗവാൻ എന്ന് പറയാണ്. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യ. സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസ പരസ്ഥാൽ. ആരാണ് ഭഗവാൻ? കവിം പുരാണം, സർവജ്ഞനാണ്, കാലാതീതനാണ്. നമ്മൾ നാരായണീയത്തെ കണ്ടില്ലേ? കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. അങ്ങനെയുള്ള ആ ഭഗവാനെ കവിം പുരാണം അനുശാസിതാരം, സകലത്തിൻ്റെ നിയന്താവും, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ഈ ഭഗവാനാണ്. അങ്ങനെ സർവനിയന്താവായുള്ള, സർവശക്തനായിട്ടുള്ള, സർവശക്തനെ സർവജ്ഞനെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സർവശക്തനായിട്ടുള്ള ആ ഭഗവാനെ, സർവനിയന്താവായിട്ടുള്ള ആ ഭഗവാനെ ധ്യാനിക്കൂ. കവിം പുരാണം അനുശാസിതാരം അണോരണീയാംസം, അണുവിനേക്കാൾ അണുവായവനും എന്ന് പറഞ്ഞാൽ എത്ര ചെറുത്, അണു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതെന്ന് പറയില്ലേ, ആറ്റം എന്നൊക്കെ പറയില്ലേ, അതിനേക്കാളിലും ചെറുത്. അണോരണീയാംസം അനുസ്മരേദ്യ, ആ ഭഗവാനെ, ദിവ്യമംഗളമായ ആ രൂപത്തെ മനസ്സിലങ്ങനെ ധ്യാനിച്ച്. ആദിത്യവർണ്ണമാണ്, സൂര്യനെ പോലെ തേജസ്വിയാണ്, തമസ്സിന് അതീതനുമാണ്. ഒരു തമസ്സും അങ്ങോട്ട് ചെല്ലില്ല. തമസ് പറഞ്ഞാൽ ഇരുട്ട് അങ്ങനെ അങ്ങോട്ട് അപ്രത്യക്ഷമാവില്ലേ, വെളിച്ചം അങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകും. അതുപോലെ ഈ സർവ്വതേജസ്, സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വജലക പ്രോത്ഭാതി ഫാലാന്തരം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നാരായണീയത്തിൽ. അപ്പോൾ ആ ഭഗവാന്റെ രൂപം മനസ്സിലങ്ങനെ തെളിഞ്ഞു വന്നാൽ ഒരു ഇരുട്ടും ഒരു അന്ധകാരവും ഇല്ല. പിന്നെ പറയാണ്, പ്രയാണകാലേ
മനസാചലേന ഭക്തിയായുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതഃ സതം പരം പുരുഷമുപൈരി ദിവ്യം. പുരുഷം ഉപൈരി ദിവ്യം, പരമാത്മാവിനെ പ്രാപിക്കാൻ സാധിക്കും. എങ്ങനെ? ആദ്യം പറഞ്ഞു നമ്മളിലെ പ്രയാണകാലേ, നമ്മളിവിടെ അങ്ങോട്ട് പോകുന്ന കാലം, മരണസമയം ഇല്ലേ? ആ സമയത്ത് ഭഗവാനെ, മരണസമയത്ത് ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കുക. അതിങ്ങനെ ആ ധ്യാനത്തിനെ പറ്റിയിട്ട് വിശദമായിട്ടൊക്കെ അതൊന്നും നമുക്ക് വിചാരിക്കാൻ വേണ്ടി വയ്യ. ഭ്രുവോർമധ്യേ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. ഭ്രുവോർമധ്യേ ഭഗവാനെ ധ്യാനിക്കുമ്പം എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കിയിട്ട് പ്രാണൻ പ്രാണായാമമൊക്കെ അഭ്യസിച്ചിട്ടുള്ള ആൾ, അവർക്കൊക്കെയാണ് ഇത് സാധിക്കുക. നമുക്കൊക്കെ എന്താ സാധിക്കുക? നമുക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. ഭഗവാൻ എങ്ങനെ മനസ്സിരുത്തി പുരികങ്ങളുടെ നടുവിൽ വേണ്ടവണ്ണം നിർത്താനൊന്നും പ്രാണനെങ്ങനെ ഒന്ന് പിടിച്ചു നിർത്തി. ഭ്രുവോർമധ്യേ, പ്രാണനെ പുരികങ്ങളുടെ നടുവിൽ വേണ്ടുവണ്ണം നിർത്തിയിട്ട് സർവജ്ഞനും കാലാതീതനുമായ ഭഗവാൻ ധ്യാനിക്കണം എന്നൊക്കെ പറയുന്നു. നമുക്കിപ്പം ഈ ഭ്രൂമധ്യത്തിലേക്ക് എങ്ങനെയാണ് പ്രാണനൊക്കെ നിർത്തുക? ഒന്നും അറിയില്ല. നമുക്കൊന്നറിയാം, ഈ ദിവ്യമംഗളമായിട്ടുള്ള ആ രൂപം അത് എങ്ങനെയാണ് ഭഗവാനെ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരിക? അറിയില്ലല്ലോ. ഞങ്ങൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ധ്യാനിക്കുമ്പോൾ പലതും മനസ്സിൽ വന്നിട്ട് ഈ ഇതൊഴിച്ച് ബാക്കിയെല്ലാം കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ റെക്കോർഡിങ് വരുന്ന സമയത്ത് എന്തൊരു ഡിസ്ട്രാക്ഷനാണ്. പക്ഷികളൊക്കെ കൂടി ഇങ്ങനെ വല്ലാതെ ശബ്ദം ഉണ്ടാക്കുകയാണ്. എനിക്ക് എൻ്റെ നിയന്ത്രണമൊക്കെ വിട്ടുപോകുന്നു. പക്ഷി എന്തേ ചെയ്യാൻ പറ്റുമോ? പക്ഷികൾ ഇങ്ങനെ കല 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 നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും ശബ്ദം. ഇങ്ങനെ നമ്മൾ ഇപ്പം ഭഗവാനെ പറ്റി പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. അതിന് എന്നെ സമ്മതിക്കുന്നില്ല. എന്ത്? ഈ പക്ഷിക്കൂട്ടങ്ങൾ അവ അങ്ങനെ ചിലക്കിയാണ്, കക്കാ ചിലി ചെല്ലി ചെല്ലി ചെല്ലിന്ന്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ വിട്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഭഗവാനെ, എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല ഈ പക്ഷിക്കൂട്ടങ്ങൾ. മറ്റുള്ളവരാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ വല്ല ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കൂ എന്ന് നമുക്ക് പറയാമല്ലോ. ഇത് ഈ പക്ഷികളോട് എന്ത് പറയാനാ? ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് അവർ ചലിച്ചോട്ടെ, ശബ്ദിച്ചോട്ടെ, എന്നെ ഉപദ്രവിച്ചോട്ടെ, ഞാൻ വിടില്ല ഏതായാലും എന്ന് വിചാരിക്കുക. അത്രേ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഭഗവാനെ, ഞാൻ പറയാണ്, യാതൊരു ദിവ്യമംഗള തേജസ്സിനെയാണോ മനസ്സിൽ ധ്യാനിക്കാൻ സാധിക്കുന്നത്? മരണസമയത്ത് അവർ ഭഗവാനിലെത്തുന്നു. മോക്ഷമില്ല, ജനന മരണം അവർക്ക് ഇല്ലാതാവുന്നു എന്ന് പറയാണ്. പിന്നെ പറയാണ്, യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. ആ പദത്തെ ചുരുക്കമായി ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് അർജുനോട് ഭഗവാൻ പറയുന്നു. ഏതാണ് ആ പദം? വേദവിദ്യ യത് അക്ഷരം വദന്തി. വേദജ്ഞന്മാർ യാതൊന്നിനെയാണോ നാശമില്ലാത്തതെന്ന് പറയുന്നത്. അപ്പം നാശമില്ലാത്തതാണ്, നാശരഹിതനാണ്, സർവജ്ഞനാണ്, നിത്യമുക്തനാണ് എന്നൊക്കെ ഉള്ള ആ രൂപത്തെ വീതരാഗ യതയ യത് വിശന്തി. കാമനകളില്ലാത്ത യതികൾ ഏതിലാണോ പ്രവേശിക്കുന്നത്? നമ്മളെ മനസ്സിൽ ആഗ്രഹങ്ങൾ അനവധിയാവുമ്പോൾ ഭഗവാനെ പറ്റി യാതൊരു ആഗ്രഹമില്ല. ഭഗവാൻ നമുക്ക് വേണ്ട. ഭഗവാനിൽ നിന്ന് നമുക്ക് വേണ്ടു. എന്താ വേണ്ടത്? ഭഗവാനിൽ നിന്ന് പല കാര്യങ്ങൾ നേടിത്തരണം. അതിനേ ഭഗവാനെ വേണ്ടു. ഭഗവാനെ ആർക്കും വേണ്ട. അപ്പം അങ്ങനെ ആവരുതെന്നാണ് പറയുന്നത്. ഭഗവാനെ മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥ. പ്രഹ്ലാദനൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് എന്താ പ്രഹ്ലാദ വരം വേണ്ടത്? എന്താണെന്ന് വെച്ചാൽ വരം വാങ്ങണം. അയ്യോ, അത് കച്ചവടമായി പോവും. ഞാൻ ഭഗവാനെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ കച്ചവടം പോലെ നമ്മൾ സാധനം വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു. അങ്ങനെ ആയാൽ പറ്റില്ല. എനിക്കൊന്നും വേണ്ട. അത് പറ്റില്ല. എന്തെങ്കിലും വരം വാങ്ങണം, തന്നേ പറ്റുള്ളൂ. ഞാൻ പ്രത്യക്ഷമായിട്ട് വന്നിട്ട് വരം വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് ആരെങ്കിലും പറയോ? സ്വീകരിച്ചേ പറ്റൂ. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞാൽ അറിയോ, എനിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ട്, എനിക്കൊരു വരം തന്നോളൂ. ഏതാ വരം അറിയോ? ഒരു ആഗ്രഹവും ഉണ്ടാവരുത്. എനിക്കൊന്നും ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെയായിട്ട് ഒരവസ്ഥ വേണം. ഒന്നും ചോദിക്കാൻ തോന്നരുത്. ആ വരം തന്നോളൂ. അങ്ങനെയുള്ള അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? വീതരാഗന്മാരാണ്. യാതൊരു ഒന്നുമില്ല അവർക്ക്. പ്രത്യേകമായിട്ട് ഒന്നിലും ഒരു ആഗ്രഹമില്ല. അങ്ങനെ അവർ ഇച്ഛിക്കുന്നത് എന്താണ്? ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആൾക്കാർ. യാതൊന്നിനെ ഇച്ഛിച്ചാണോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത്? ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒക്കെ ഫലം, ഉദ്ദേശം എന്താവണം? പ്രീതോ ഭവതു മേ ഹരി, ഭഗവാൻ പ്രസാദിക്കണേ എന്ന് ആവണം. അങ്ങനെയുള്ള
ആളുകൾ യാതൊരാളുകളാണോ ഭഗവാനെ യാതൊരു ആഗ്രഹവുമില്ലാതെ ഭജിക്കുന്നത് അവർ എത്തിച്ചേരുന്നു എന്നിൽ എന്ന് പറയുന്നു. അതെങ്ങനെയാണ് സാധിക്കുക എന്ന് വ്യക്തമാക്കുകയാണ്. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യജാം മൂർധ്യാധായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണം. ഇതന്നെ സർവേന്ദ്രിയാണി സംയമ്യ, എല്ലാ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിക്കുക. ഇന്ദ്രിയങ്ങൾ പലതും ആഗ്രഹിക്കും. കണ്ണിന് അത് വേണം, ചെവിക്ക് ഇത് വേണം, കണ്ണിന് മൂക്ക് വായ ത്വക്ക്, ഇതിനൊക്കെ പല 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 ആഗ്രഹങ്ങളുണ്ട്. അതിനൊന്നും സമ്മതിക്കാതെ എല്ലാവരും മിണ്ടാതെ നിശബ്ദമായി ഇരുന്നോളണം എന്ന് പറഞ്ഞ മാതിരി എല്ലാ ഇന്ദ്രിയങ്ങളെയും അങ്ങോട്ട് കൺട്രോൾ ചെയ്തിട്ട് ഭഗവാനിൽ അങ്ങനെ മനസ്സ് നിരന്തരമായിട്ട് എത്താൻ ശ്രമിക്കുക. അപ്പോൾ അതിലൊരു മന്ത്രമുണ്ട്, ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാദിത്യജൻ ദേഹം സയാതി പരമാം ഗതിം. അങ്ങനെ ഈ ഓം എന്നുള്ള ആ മന്ത്രം, ഓങ്കാരം, അത് ബ്രഹ്മ ഓം ഇതി ഏകാക്ഷരം വ്യാഹരൻ, ഏകാക്ഷരത്തെ ഉച്ചരിക്കണം, വേറെ ഒന്നുമില്ല. എന്താണുള്ളത്? ഈശ്വരനെ ഭജിക്കുക. ഹരേരന്യദൈവം നമന്യേ നമന്യേ, ഈശ്വരനല്ലാതെ, ഹരിയല്ലാതെ വേറെ ഈശ്വരനില്ല. മന്ത്രം ഒരേ ഒരു മന്ത്രം, ഓം എന്നുള്ള മന്ത്രം. ഏകോ മന്ത്ര ദേവകീ പുത്ര ഏവ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു കർമ്മം, ഒരേ ഒരു ദേവൻ. അതാരാ? ഈ ശ്രീകൃഷ്ണനാണ്. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ഈ ഓംകാരം ശരിക്ക് അങ്ങനെ ഉച്ചരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിനൊക്കെ നിയന്ത്രിച്ച്, എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച്, മനസ്സിൽ ഒരേ ഒരു രൂപം എല്ലാറ്റിനും തടഞ്ഞു നിർത്തണം. ഒന്നിനും നിങ്ങൾ വരാൻ സമ്മതിക്കാതെ ഭഗവത് ധ്യാന നിരതനായിട്ട് ഏകാക്ഷരമായിട്ടുള്ള ബ്രഹ്മത്തെ ഉച്ചരിച്ചുകൊണ്ട് ശരീരം വിട്ടുപോകുന്നുവോ, ആ ശരീരം വിടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സാധിക്കുക ഈശ്വര, നമുക്കത് സ്വപ്നം കാണാനും സാധിക്കില്ല. വയസ്സായിട്ടിരിക്കുമ്പോൾ പല ചിന്തകളും, അല്ലെങ്കിൽ ഒരു ചിന്തയില്ലാണ്ട് വേദനിക്കുക, ദുഃഖിക്കുക, കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിയുക. അവസാനമായി തുടങ്ങി എന്ന് മനസ്സിലാവും. എന്താന്ന് വർത്തമാനം പറയാനും വയ്യാത്ത അവസ്ഥ അല്ലേ? കഫവ്യാഹദോഷ്ണോൽബണ ശ്വാസവേഗം എന്നൊക്കെ നമ്മൾ ഭുജംഗപ്രയാസത്തിൽ പഠിച്ചില്ലേ? ശ്വാസം വലിക്കാൻ തന്നെ വിഷമം, അങ്ങനെ വലിച്ച് അവസാനത്തെ ശ്വാസം കഴിഞ്ഞ് അത് മരിക്കും. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഭഗവാന്റെ ആ രൂപമൊക്കെ മനസ്സിൽ വരിക? അതിനാ പറഞ്ഞത്, അവസാനം വിചാരിച്ചിട്ട് കാര്യമില്ല. തുടക്കത്തിൽ തന്നെ ജീവിതം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ തന്നെ പ്രഹ്ലാദൻ പറഞ്ഞ മാതിരി കൗമാര ആചരേൽ, ഇത് ആചരിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെ ആചരിക്കണം. പിന്നെ ആവാന്ന് വെച്ചാൽ സമയം ഉണ്ടാവില്ല. വയസ്സാവും തോറും എന്താണ് ബുദ്ധിയും എല്ലാം ക്ഷയിച്ച് വരിക ചെയ്യുക, ഏകാഗ്രയൊന്നും ഇല്ലാണ്ടാവും. അപ്പം ആദ്യം അഭ്യസിച്ച് വെച്ചാൽ എന്താണ്, സമ്പാദിച്ച് വെച്ചാൽ പിന്നീട് ഉപകാരപ്രദം ആവുമെന്ന് പറഞ്ഞ മാതിരി ആ ഡെപ്പോസിറ്റ് ചെയ്ത പണം പിന്നീട് നമുക്ക് പണിയൊന്നും എടുക്കാൻ വയ്യാതെ ആവുമ്പോൾ അത് ഇങ്ങനെ വിഡ്രോ ചെയ്തിട്ട് ഉപജീവനം കഴിക്കുക എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഭഗവാനെ ധ്യാനിച്ച് കർമ്മം ചെയ്തുകൊണ്ട് അങ്ങനെ വയസ്സായി മരിക്കാറായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു ചിന്തയും വരുന്നില്ല, അല്ലെങ്കിൽ പല ചിന്തകളും വരുന്നു, പക്ഷെ വേണ്ടത് മാത്രം വരുന്നില്ല. ഏതാണത്? ഭഗവാനെ പറ്റിയുള്ള ആ ചിന്ത വരുന്നില്ല. കണ്ണിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളം വരിക, മിണ്ടാനിട്ട് വയ്യ, ശബ്ദം പുറത്തേക്ക് വരില്ല. ഓരോന്ന് പറയുന്നുണ്ട്, അവ്യക്തമാണ്, പുറത്തേക്ക് വരുന്നില്ല. ആൾക്കാരോട് എല്ലാവരും കാണുമ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് നല്ല വിഷമമുണ്ട് കേട്ടോ, എന്തോ മനസ്സിൽ എന്താണെന്ന് അറിയില്ല, പറയാനിട്ട് വയ്യാനും. അങ്ങനെ ആയി അവസാനമാണ് ഈ മരണം. ആ സമയത്തൊക്കെ വിചിന്യാഹമന്ധ്യാം അസഹ്യാമവസ്ഥാം ബിഭേമി പ്രഭോ കിം കരോമി പ്രസീദ. പേടിയാണ് ഭഗവാനെ. എങ്ങനെയാണ് ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിക്കുക? അതിന് സാധിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ പരോപദ്രവം ആവരുത്. പരോപകാരമാവാൻ സാധിച്ചില്ലെങ്കിലും ആർക്കും ഒരു ഉപദ്രവമില്ലാതെ നമുക്ക് ദൈവകരമായുള്ള കർമ്മം ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കുക. ആരെയും ഉപദ്രവിക്കേണ്ട, ആരെയും നിന്ദിക്കും വേണ്ട, ആരെയും വന്ദിക്കും വേണ്ട. അന്നേരം പോയാൽ നിന്ദിച്ചാൽ വന്ദിക്കേണ്ടി വരും, ഒക്കെ അങ്ങനെ വിഷമ. ആരായിട്ടും വലിയ ബന്ധമൊന്നുമില്ല, അങ്ങനെയും ജീവിക്കാം. ആരോടെ ബന്ധമുള്ളൂ? ബന്ധം കൃഷ്ണനോട് മാത്രം. എനിക്ക് കൃഷ്ണൻ്റെ പദാബ്ജമില്ലേ. അങ്ങനെ ജീവിതം നയിച്ച് അവസാനാവുമ്പോൾ ഇതുവരെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, ഇനി ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവസാന നിമിഷത്തിൽ നമ്മളെ കൈവിടിയില്ല. ഇതുവരെ എത്ര കാലമായി എന്നെ ഭജിക്കുന്നു, എന്നിട്ട് ഇനിയിപ്പോൾ അവസാനം ഒരു രക്ഷയില്ലാണ്ടാവുമ്പോൾ ഞാൻ കൈവിടിയേ ഇല്ല.
കരുണാകരനാണ് ഭഗവാൻ. കാരുണ്യ ആകുല നേത്രം. ഭഗവാന്റെ കണ്ണുകൾ ഇങ്ങനെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ വല്ലാതെ ആകുലമായിരിക്കുകയാണ്. ഭക്ത അനുഗ്രഹ കാതരം. അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ. ഭക്തനെ കുചേലനൊക്കെ അങ്ങനെ കണ്ടപ്പോൾ എന്തു കൊണ്ടോ കണ്ണു നീരാണിഞ്ഞു. ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു എന്നാണ് കുചേലനെ കണ്ടപ്പോൾ. എന്തുകൊണ്ടാണെന്നറിയില്ല. സസ്യ ദൈന്യം ചിന്തിച്ചിട്ടുണ്ടായ സന്താപം കൊണ്ടോ, കുചേലനെ കണ്ട സന്തോഷം കൊണ്ടാണോ അതോ കഷ്ടം, ഞാനിങ്ങനെ വലിയ ആളായിട്ടൂടെ ഇരിക്കുമ്പം എൻ്റെ ഭക്തനായിട്ടുള്ള കുചേലൻ ഇങ്ങനെ ദുഃഖിക്കുകയായിരുന്നില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്, എന്താ അറിയില്ല, ഭഗവാന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അങ്ങനെ കരുണാകരനാണ് ഭഗവാൻ. കരുണാകടാക്ഷം ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചോളൂ എന്ന് പറയാണ്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാദിത്യജൻ ദേഹം സയാതി പരമാം ഗതിം. പരമമായ ഗതിയെ അവൻ പ്രാപിക്കുന്നു. ഇനി എങ്ങനെയാ വേണ്ടത്? അനന്യചേതാ സതതം. യാതൊരു ചിന്തയും വേറില്ല. എപ്പോഴും എന്തു വേണം? യോമാം സ്മരതി നിത്യശഃ. നിത്യവും എന്നെങ്ങനെ സ്മരിക്കുക. തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അങ്ങനെയുള്ള ഭക്തന് ഞാൻ സുലഭനാണ്, മറ്റുള്ളവർക്കോ ദുർലഭന. കാണാൻ സാധിക്കില്ല, അത്ര വിദൂരസ്ഥനാണ്. ഭക്തനോ ഒരു ദൂരമല്ല, കുചേലന് അല്ല, പ്രഹ്ലാദൻ്റെ കഥയിലുണ്ട്. നരസിംഹമൂർത്തി എല്ലാവരും പേടിച്ചു പോയി കണ്ടിട്ട്. എന്തൊരു ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖ. അങ്ങനെ നരസിംഹമൂർത്തിയെ പേടിച്ച പ്രഹ്ലാദന് അടുത്ത് നിന്നിട്ട് അങ്ങനെ തൊഴുത് നമസ്കരിച്ചു. എന്നിട്ട് ഇങ്ങനെ ഭഗവാന്റെ ഈ കുഞ്ചി രോമങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു വലിക്കുകയായിരുന്നു. ഒരു പേടിയില്ല, വളരെ വേണ്ടപ്പെട്ട അടുത്ത ഒരു. മറ്റവരൊക്കെ ഓടുകയായിരുന്നു, ദേവന്മാരൊക്കെ പേടിച്ച് അകലെയാണ് നിൽക്കുന്നത്. ഇത് അടുത്ത് ഇങ്ങനെ നിന്നു എന്ന് പറയുന്നു. അതുപോലെ സുലഭമായിരിക്കും എന്ന് പറയുന്നു. മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാഹ. എന്നെ പ്രാപിച്ചിട്ടുള്ള ഒരാൾക്ക് പിന്നെ ദുഃഖാലയം, ദുഃഖത്തിൻ്റെ ആലയം വീട് തന്നെയാണ്. ദുഃഖാലയത്തിലേക്ക് ഇനി വരേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ ഈ നരകം എന്ന് പറയുന്ന ജന്മം, പിന്നെയും ജനിക്കുക പിന്നെയും മരിക്കുക, ഇങ്ങനെയുള്ള ജനന മരണം ദുഃഖം ഇനി ഉണ്ടാവില്ല. പിന്നെ പരമമായ ഗതിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ 15ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു.